ഇന്നലെ കഴിഞ്ഞ ദിവസം കർണാടകയിൽ നമ്മൾ ഈ ദിവസം ഒത്തിരി ഇങ്ങനത്തെ വാർത്തകളുണ്ട്. ഈ അപകടവും അതുപോലെ തന്നെ ഈ മരണവുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ കുറച്ച് കാര്യങ്ങളുണ്ട്. കർണാടകയിലെ മംഗളൂരുവിൽ ആൾക്കൂട്ട ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് വയനാട് പുൽപ്പള്ളി സ്വദേശിയായ മുഹമ്മദ് അഷ്റഫ് എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. മൃതദേഹം മലപ്പുറം പറപ്പൂരിലെ മഹല്ല് പള്ളിയിൽ സംസ്കരിക്കും. ഞായറാഴ്ച ഉച്ചയോടെയാണ് 25 പേരടങ്ങുന്ന സംഘം അഷ്റഫിനെ മർദ്ദിച്ച് കൊന്നത്. ക്രിക്കറ്റ് കളിക്കിടയിലുണ്ടായ തർക്കത്തെ തുടർന്നായിരുന്നു ആക്രമണം. 20 പേരെ അറസ്റ്റ് ചെയ്തതായി പോലീസ് അറിയിച്ചു. അഷ്റഫ് മാനസിക പ്രശ്നമുള്ളയാളെന്നാണ് സഹോദരൻ ജബ്ബാർ പറയുന്നത്. കൊലപാതകത്തിലേക്ക് നയിച്ച കാരണങ്ങളെക്കുറിച്ച് പോലീസ് പറഞ്ഞിട്ടില്ലെന്നും സഹോദരൻ പറയുന്നു. നമുക്ക് ആ വാക്കുകൾ കേൾക്കാം. സംഭവിച്ച കാര്യങ്ങൾ ഇപ്പം അന്വേഷിക്കുന്നുണ്ട്. 20 ആളുകൾ അറസ്റ്റിലായിട്ടുണ്ട്. മറ്റു കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നുള്ളൂ എന്നാണ് പറഞ്ഞത്. കാരണം മർദ്ദനം തന്നെയാണ്. ഇത് ആക്ച്വലി ഇത് ഒരു 2 മണിക്കൂറോളം ഈ ബോഡി അവിടെ കിടന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പം മരിച്ചവിടെ കിടക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഒരു ആൾക്കൂട്ട മർദ്ദനമാണ് വന്നത്. ഇപ്പോഴത്തെ ഈ ഒരു സംഭവത്തിൻ്റെ ഒരു വൈകാരികത ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ എന്തെങ്കിലും സംഭവിച്ചു പോയതായിരിക്കാം. പിന്നെ മൂപ്പര് എന്തെങ്കിലും ഒരു സംഘടനയിലോ ജസ്റ്റ് എന്തിനെങ്കിലും ഒരു പ്രവർത്തിക്കുന്ന ഒരാളല്ല. എന്തിനെങ്കിലും മറ്റുള്ള അങ്ങനെ ഒരു ചെറിയ ഒരു ഇതുപോലും ഇല്ല. വിവരങ്ങളുമായി നിഖിലുണ്ട്. നിഖിൽ, ഗുഡ് മോർണിംഗ്. ഈ പാക് അനുകൂല മുദ്രാവാക്യം, ഈ ക്രിക്കറ്റ് മത്സരത്തിനിടയിൽ പാക് അനുകൂല മുദ്രാവാക്യം വിളിക്കുകയും പിന്നീട് ആൾക്കൂട്ട മർദ്ദനത്തിലേക്ക് പോവുകയും ഒക്കെ ആയിരുന്നു എന്നാണ് നിലവിൽ പുറത്തു വരുന്ന വിവരങ്ങൾ. സഹോദരന്റെ വാക്കുകൾ കേൾക്കുമ്പോൾ ഇദ്ദേഹം മാനസിക വെല്ലുവിളികൾ നേരിട്ടിരുന്നു എന്ന് മനസ്സിലാക്കുന്നു. ഇതെന്ത് സംഭവിച്ചതെന്നാണ് പോലീസിന്റെ ഇതുവരെയുള്ള നിഗമനം, നിഖിൽ? ഗുഡ് മോർണിംഗ് സേതു. ഏതായാലും അത്തരത്തിൽ ഈ പാക് അനുകൂല മുദ്രാവാക്യം വിളിച്ചതിൻ്റെ പേരിൽ നടന്ന ആൾക്കൂട്ട കൊലപാതകം എന്ന് അങ്ങനെ ആരോപിച്ച് 25ഓളം പേർ ചേർന്ന് തല്ലിക്കൊല്ലുകയായിരുന്നു അഷ്റഫിനെ എന്ന തരത്തിൽ ഒരു ഭാഗത്ത് കാര്യങ്ങൾ പ്രചരിക്കുന്നുണ്ട്. എന്നാൽ അതിനപ്പുറത്തേക്ക് പോലീസ് ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണവും ഇതുവരെ നടത്തിയിട്ടില്ല, അല്ലെങ്കിൽ അത് അഷ്റഫിൻ്റെ കുടുംബത്തെ അറിയിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിലവിൽ പോലീസ് ഈ കുടുംബത്തോട് പറഞ്ഞിരിക്കുന്ന കാര്യം 25 പേരടങ്ങുന്ന സംഘം അതിക്രൂരമായ മർദ്ദനത്തിനാണ് അഷ്റഫിനെ ഇരയാക്കിയത്. ഈ ക്രിക്കറ്റ് കളിക്കിടെയുണ്ടായ ഒരു തർക്കമാണ് ഇത്തരത്തിലൊരു സംഭവത്തിലേക്ക് നയിക്കുന്നത്. ഈ ക്രിക്കറ്റ് കളി നടക്കുന്നതിനിടെ അവരുടെ ഒരു മൈതാനത്ത്, കുടുപ്പു എന്ന് പറയുന്ന സ്ഥലത്തെ മൈതാനത്ത് ക്രിക്കറ്റ് മത്സരം നടക്കുന്നതിൻ്റെ അഷ്റഫ് അവിടേക്ക് എത്തുകയാണ്. അഷ്റഫിനെ സംബന്ധിച്ചിടത്തോളം അഷ്റഫ് ഇടയ്ക്കിടെ വീട് വിട്ട് പോകുന്നയാളാണ്. പലയിടങ്ങളിൽ യാത്ര ചെയ്യുകയും അവിടങ്ങളിൽ ഈ ആക്രി സാധനങ്ങൾ പെറുക്കിയൊക്കെ ഉപജീവന മാർഗം കണ്ടെത്തി അത്തരത്തിൽ ജീവിക്കുന്ന ഒരാളാണ്. അങ്ങനെയാണ് അഷ്റഫ് മംഗലാപുരത്തെ ഈ കുടുപ്പു എന്ന് പറയുന്ന സ്ഥലത്തും എത്തുന്നത്. അതിനിടയിലാണ് ഈ ക്രിക്കറ്റ് കളി നടക്കുന്ന ആ മൈതാനത്തേക്ക് എത്തുന്നത്. ആ മൈതാനത്ത് ക്രിക്കറ്റ് കളി നടക്കുന്ന ഇടത്തേക്ക് അഷ്റഫ് എത്തുന്നു. അവിടെ ചെറിയ തോതിലുള്ള വാക്തർക്കമുണ്ടാകുന്നു. ആ വാക്തർക്കത്തെ തുടർന്ന് 25 പേരടങ്ങുന്ന സംഘം കൂട്ടം ചേർന്ന് അഷ്റഫിനെ മർദ്ദിക്കുകയും ആ മൈതാനത്ത് ഉപേക്ഷിച്ച് പോവുകയും ചെയ്യുന്നു. 2 മണിക്കൂർ സമയം അഷ്റഫ് ആ മൈതാനത്ത് അങ്ങനെ വീണ് കിടക്കുകയായിരുന്നു. ആരും തിരിഞ്ഞു നോക്കിയില്ല, ആശുപത്രിയിലേക്ക് എത്തിച്ചില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കൃത്യമായി പറയുന്നു, കൃത്യമായ ചികിത്സ യഥാസമയം ലഭിക്കാത്തതിനെ തുടർന്നാണ് ഈ മരണത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. ഒപ്പം തന്നെ ആന്തരിക രക്തസ്രാവം ഉണ്ടായിട്ടുണ്ട്. ഈ ക്രിക്കറ്റ് കളിക്ക് ഉപയോഗിച്ച ബാറ്റ്, സ്റ്റെമ്പ് മുതലായ വസ്തുക്കൾ കൊണ്ടേറ്റ മർദ്ദനമാണ് ഈ ആന്തരിക രക്തസ്രാവത്തിന് കാരണമായത് എന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാണ്. ഇത്തരം കാര്യങ്ങളാണ് കുടുംബം ഈ അഷ്റഫിൻ്റെ സഹോദരൻ ജബ്ബാർ ഉൾപ്പെടെയുള്ള ആളുകളെ അറിയിച്ചിട്ടുള്ളത്. അതിനപ്പുറത്തേക്ക് സേതു പറഞ്ഞതുപോലെയുള്ള ഈ പാക് അനുകൂല മുദ്രാവാക്യം വിളിച്ചു എന്ന രീതിയിലുള്ള ചില പ്രചാരണങ്ങൾ ചില കോണുകളിൽ നിന്ന് നടക്കുന്നുണ്ട്. ഒരു ഘട്ടത്തിൽ ഉത്തരവാദിത്തപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്ന് പോലും അത്തരം പരാമർശങ്ങൾ വരുന്നുണ്ട്. എന്നാൽ പോലീസിൻ്റെ FIR ഉൾപ്പെടെയുള്ളവയിൽ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ ഇല്ല. ഈ കാര്യങ്ങൾ അന്വേഷിച്ച് വരുന്നു എന്ന് മാത്രമാണ് പോലീസ് നിലവിൽ പറയുന്നത്. മാത്രമല്ല, പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് വളരെ ധൃതിയിൽ ഈ മൃതദേഹം വിട്ടു നൽകുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു ധൃതി പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. ഇന്ന് പുലർച്ചെ 4 മണിക്ക് മുന്നേ തന്നെ ഈ മൃതദേഹം, ഇന്നലെ രാത്രിയാണിത് മലയാളിയാണ് എന്നൊരു സംശയം ഉണ്ടാകുന്നത് രാത്രി 10 മണിക്ക് ശേഷമാണ്. അതിനുശേഷമാണ് ഈ ബന്ധുക്കൾ അവിടേക്ക് എത്തുന്നത്. ഈ സംശയത്തെ തുടർന്ന് പോലീസ് അറിയിക്കുന്നു. തുടർന്ന്
ഈ വയനാട്ടിലുള്ള ബന്ധുക്കൾ മംഗലാപുരത്തേക്ക് പോകുന്നു. മംഗലാപുരത്തെത്തി ബന്ധുക്കൾ ഇത് തിരിച്ചറിഞ്ഞു. ഉടൻ തന്നെ മൃതദേഹം ഈ ബന്ധുക്കൾക്ക് വിട്ടു നൽകുന്ന നടപടികളിലേക്ക് പോലീസ് കടന്നു. അതായത് ഇതിലൊരു വർഗീയ പരാമർശങ്ങൾ നടക്കാൻ അല്ലെങ്കിൽ വർഗീയ പ്രചാരണങ്ങൾ നടക്കാനുള്ള സാധ്യത പോലീസ് നേരത്തെ തന്നെ മുന്നിൽ കണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുക എന്നൊരു രീതിയാണ് പോലീസ് സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് പുലർച്ചെ 4 മണിക്ക് മുന്നേ തന്നെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുന്നത്. ഉടൻ തന്നെ മംഗലാപുരത്തെ ഒരു പള്ളിയിൽ ചടങ്ങുകൾ പൂർത്തിയാക്കി മൃതദേഹവുമായി ബന്ധുക്കൾ നാട്ടിലേക്ക് പോവുകയും ചെയ്തു. വയനാട് പുൽപ്പള്ളിയിലാണ് അഷ്റഫ് താമസിക്കുന്നത്. എന്നാൽ മലപ്പുറമാണ് ജന്മദേശം. അതുകൊണ്ട് മലപ്പുറം പറപ്പൂരിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. ശരി നിഖിൽ.